മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിൽ കാട്ടാനയിറങ്ങി. അപ്പൻകാപ്പ് നഗറിലെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന വീട്ടുമുറ്റത്താണ് കാട്ടാനയെത്തിയത്. പൂക്കോട്ടുംപാടത്ത് ഭീതി വിധിച്ച കരടി വനംവകുപ്പിന്റെ കൂട്ടിലായി. അതിനിടെ വനംവകുപ്പിനെതിരെ പ്രകോപന പ്രസംഗവുമായി DCC അധ്യക്ഷൻ VS ജോയ് രംഗത്തെത്തി. നിലമ്പൂർ പോത്തുകലിൽ അപ്പൻകാപ്പ് നഗറിലെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന വീട്ടുമുറ്റത്തേക്കാണ് ഇന്ന് ഉച്ചയോടെ കാട്ടാന എത്തിയത്. പ്രദേശവാസികൾ ബഹളമുണ്ടാക്കി ആനയെ കാട് കയറ്റി. അതിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രകോപന പ്രസംഗവുമായി മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയ് രംഗത്തെത്തി. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകഴിഞ്ഞു, ഇനി തിരിച്ചടിക്കും. ഇന്ന് വന്നത് കൊടിയുമായി, നാളെ ചുടുകട്ടയുമായി വനംവകുപ്പ് ഓഫീസുകളിലേക്ക് വരും. ഓഫീസർമാരെ അടിച്ചോടിക്കാൻ മടിക്കില്ലെന്നും അഡ്വക്കേറ്റ് VS ജോയ്. ഈ പ്രശ്നത്തിന് മണിക്കൂർ വെച്ച് പരിഹാരമുണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് കൊടിയുമായിട്ടാണ് വന്നതെങ്കിൽ നാളെ ഞങ്ങൾ ചൂട്ടുകട്ടിയുമായി വരും. ഈ ഓഫീസ് ഞങ്ങൾ ചൂട്ടുകരിക്കും. ഇവിടുത്തെ ഓഫീസർമാരെ അടിച്ചോടിക്കാൻ ഞങ്ങൾ മടിക്കില്ല. ജനങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടുണ്ട്. അതിരപ്പള്ളിയിൽ കല്ലാല എസ്റ്റേറ്റ് 8ാം ഡിവിഷനിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പൂർണ്ണമായും തകർന്നു. മലപ്പുറം പൂക്കോട്ടുംപാടം തേൽപ്പാറ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കരടി ഒടുവിൽ കൂട്ടിലായി. കൊമ്പൻകല്ല് ചുരമ്മൽ കുടുംബമുറ്റത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് കരടി അകപ്പെട്ടത്. കരടിയെ വനംവകുപ്പ് ഉൾക്കാട്ടിൽ വിട്ടയച്ചു. ഒന്നര വർഷമായി പ്രദേശത്ത് ഭീതി പരത്തിയ കരടിയുടെ ശല്യമാണ് ഒടുവിൽ അവസാനിച്ചത്. 24 മലപ്പുറം.